മോർണിംഗ്. അപ്പോൾ ഇത് സാറ്റർഡേ മോർണിംഗ് രാവിലെ എന്ന് പറഞ്ഞാൽ സാറ്റർഡേ മോർണിംഗ് ആട്ടോ. ഇന്നിപ്പോൾ ഇവിടെ ഗവൺമെൻറ് ലീവാണ്, വുമൻസ് ഡേ ആണ്. അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ഇന്ന് ലീവായതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ആ ഫുഡ് ഉണ്ടാക്കി വെക്കണമല്ലോ, അല്ലേ പിന്നെ പോയിട്ട് സാധനങ്ങളൊക്കെ ഇന്ന് വാങ്ങി വരാമെന്നാണ് വിചാരിക്കുന്നത്. രാവിലെ തന്നെ എന്നാൽ പിന്നെ പരിപാടി അങ്ങ് തീരുമല്ലോ. ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങാൻ നേരത്തെ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അമ്പലത്തിൽ പോയിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി പരിപ്പ് കഴുകിയിട്ടു. പിന്നെ മത്തൻ ഇതാ മുറിച്ച് വെക്കുന്നുണ്ട്. ഞാൻ ഈ പംകിനും പരിപ്പും കൂടി ഇട്ടിച്ചാട്ടോ ഞാനൊന്ന് വേവിച്ച് കൊടുക്കുക. എനിക്ക് ഈ കറിക്ക് ഇത്തിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെയാട്ടോ ചെയ്യാം. മധുർക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധുരത്തിൻ്റെ ടേസ്റ്റൊന്നും അധികം ഉണ്ടാകത്തില്ല. നമ്മളെന്തായാലും മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ടല്ലോ. അങ്ങനെ പരിപ്പും നമ്മുടെ പംകിനും കൂടെ ഞാനത് വേവിക്കാൻ വെച്ചു. പിന്നെ ചായക്കിന്ന് ചപ്പാത്തിയാണ് കേട്ടോ. ഇന്നലെ ഞാൻ കടലക്കറി വെച്ചായിരുന്നു. അപ്പോൾ ചപ്പാത്തി കൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് കടലയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ചപ്പാത്തിക്ക് കുഴക്കുന്നുണ്ട്. ചപ്പാത്തിക്ക് കുഴച്ച് ഇവിടെ വെച്ചു. വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വിശേഷം ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതായിപ്പോൾ ഞങ്ങളുടെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അങ്ങനെ അവിടെ നിങ്ങൾ നേരെ പച്ചക്കറി മാർക്കറ്റിലേക്ക് വന്ന് അവിടെ ഇതാ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി പാല് സംഭവങ്ങൾ ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങി. വുമൻസ് ആയതുകൊണ്ട് എല്ലാവരും നല്ല അടിപൊളി വേഷത്തിലാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം വാങ്ങി വീട്ടിലേക്ക് പോയി. പിന്നെ ഉച്ചക്കത്തെ ചോറ് കഴിച്ച് പിന്നെ കപ്പ വാങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കപ്പ വാങ്ങാൻ വേണ്ടി ഒരു ബ്രൂമ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വന്നിട്ടുള്ളത്. അവിടെ ചൈനയുടെ ഒരു സ്ഥലമാണ്, മാർക്കറ്റാണ്. അവിടെ മൊസാമ്പിക്കിലെ കുറേ ചേച്ചിമാർ ഇതേപോലെ കപ്പയും ചേനും ചേന ചേമ്പ് പപ്പായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കും കേട്ടോ. വാഴക്കൂമ്പ് തേങ്ങ തേന് ഇതൊക്കെ കിട്ടും കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഒരു ഇതെല്ലാ സാധനങ്ങളും ഇവിടെ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ സാധനം വന്ന സമയത്താണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി ആഫ്രിക്കേൻ്റെ ഉള്ളിലത്തെ ഒരു ലോക്കൽസൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലൂടെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ ആഫ്രിക്കൻ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആഫ്രിക്കയിലെ പുതിയ പുതിയ കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.